നമ്മളെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞവർ, നമ്മൾ മിടുക്കരാണെന്ന് ഒരു സമയത്ത് പറഞ്ഞവർ, നമ്മളെ ചേർത്ത് പിടിച്ചവർ, പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവർ നമ്മളെക്കുറിച്ച് എക്സാക്ട് ഓപ്പോസിറ്റ് കാര്യം പറയുക. ഇതിനപ്പുറത്തോട്ട് എന്തുവാന്ന് എനിക്കറിയത്തില്ല. കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഒരു ദിവസം ഇതെല്ലാം ഒന്ന് ഫുൾ സ്റ്റോപ്പ് ആകുക. സഹായത്തിൻ്റെ ഒരു കരം എന്നെ വന്ന് പിടിച്ചെങ്കിൽ മാത്രമേ ഇനി എനിക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. സാഹചര്യങ്ങളിലല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്, സാഹചര്യങ്ങളിലല്ല നമ്മുടെ സമാധാനം ഇരിക്കുന്നത്. ജയം അനുഭവിക്കുന്നത് ഉള്ളിലാണ്. എൻ്റെ ലൈഫിൻ്റെ ഈ ഫസ്റ്റ് ക്രൈസിസ് പീരീഡ് ഞാൻ ടൈഡ് ഓവർ ചെയ്തത് അതൊരു ലൈഫ് ടൈം ലെസണായി മാറി. നമ്മുടെ ജീവിതത്തിൽ ചില അടഞ്ഞ കാര്യങ്ങളെ തുറക്കാൻ ആ ചെറിയ താക്കോല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന്, നിങ്ങളുടെ ഫീഡ്ബാക്സിന് എല്ലാത്തിനായിട്ടും ഞങ്ങൾ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ദി ആർട്ട് ഓഫ് അബൻഡൻറ്റ് ലിവിങ്, അതാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ജയകരമായ ഒരു ജീവിതം, കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ഒരു സമൃദ്ധിയായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമുക്കെങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് കഴിയും? ആസ് വി നോ, നമ്മൾ ഈ ഐഡിയലായിട്ടുള്ള കാര്യം അല്ലെ നല്ല കാര്യങ്ങൾ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുവെങ്കിലും പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മുടെ എവറിഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്നവരാണ്. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ആദ്യം ഈ ഒരു അബൻഡൻറ്റ് ലൈഫിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു കാര്യം നിങ്ങളോട് വളരെ ഹാർട്ട് ഫെൽറ്റായിട്ടുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല, ഇതൊരു പ്രസംഗമല്ല, അല്ലേ ഒരു മെസ്സേജ് പറയുകയല്ല, അല്ലേ അതൊന്നും അല്ലിത്. ദിസ് ഈസ് ജസ്റ്റ് മീ ടോക്കിംഗ് ടു യു ഫ്രം മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. തിങ്സ് വിച്ച് വിൽ എൻകറേജ് യു, വിച്ച് വിൽ എഡിഫൈ യു, അല്ലേ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വന്ന് അത് നിങ്ങളുടെ ജീവിതത്തിലും അതേപോലെ അനുഗ്രഹമായി തീരണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഐ വാസ് എ വെരി നോർമൽ സിമ്പിൾ ചൈൽഡ്. ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ, പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നോർത്ത് ഇന്ത്യയിലായിരുന്നു അന്ന് ഞങ്ങൾ. പപ്പായും മമ്മിയും അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെയായിരുന്നു ഞങ്ങളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ. സ്റ്റാർട്ടിങ് ഫ്രം LKG അവിടെയാണ് പഠിച്ചത്. അപ്പം ബൈ ഗോഡ്സ് ഗ്രേസ് നല്ലൊരു ഫാമിലി ആയിരുന്നു. പപ്പായും മമ്മിയും അവർ വളരെ ഡിവോട്ട് ഗോഡ്ലി പീപ്പിളായിരുന്നു. നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു ആചാരം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ നമ്മെ നല്ല രീതിയിൽ ചെയ്യാൻ പരിശീലിപ്പിച്ചു. പള്ളിയിൽ പോകുമായിരുന്നു, അല്ലേ അവിടെയുള്ള എല്ലാ ചടങ്ങുകളിലും നമ്മൾ പങ്കെടുക്കുന്നു. നമുക്ക് പറ്റാവുന്നതുപോലെയൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആർക്കും നമ്മൾ കാരണം ഒരു ദോഷം വരരുത് എന്നൊക്കെയുള്ള സിമ്പിൾ പാഠങ്ങളായിരുന്നു മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ജീവിച്ചു മുമ്പോട്ട് വന്നു. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് ഫാമിലിയിലും അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി. അക്കാഡമിക് ലൈഫിലും ഒരു നല്ല എക്സലൻസോടെ പോകാൻ അന്ന് കഴിഞ്ഞു. അതിൻ്റേതായ ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ നമുക്ക് തന്നെ ഫസ്റ്റ് ഒരു പ്രാവശ്യം ക്ലാസ്സിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കീപ്പപ്പ് ചെയ്യണമല്ലോ. അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആർക്കെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തത് പ്രകടിപ്പിക്കത്തില്ല എങ്കിലും അതിൻ്റെ ഒരു വേദന, അതിൻ്റെ പ്രയാസം, ഇങ്ങനെയൊക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എപ്പോഴും ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ്, ഏത് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. എന്നാലും കുറവുകളൊന്നുമില്ലാതെ ഉള്ളത് വെച്ച് സന്തോഷമായി ഞങ്ങൾ ആസ് എ ഫാമിലി മുൻപോട്ട് പോയി. ഇങ്ങനെല്ലാം ആയിരുന്നു എങ്കിലും ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള സ്ട്രഗിൾസ്,
പുറമേ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുറവുകളൊന്നുമില്ല, വീട്ടിൽ പ്രശ്നങ്ങളില്ല, പഠിക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളില്ല എങ്കിലും എല്ലാ മനുഷ്യരും നേരിടുന്നത് പോലെയുള്ള സംഘർഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഫേസ് ചെയ്ത് ഉള്ളൊരു ലൈഫ്. അപ്പം അന്ന് നമുക്ക് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ജീവിതമുണ്ടെന്ന് നമുക്കറിയത്തേയില്ല. എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയൊക്കെയാണ് അല്ലേ. ഈ ഭൂമിയിൽ വരുന്ന ഏത് മനുഷ്യനും ഇത്തരത്തിലുള്ള കഷ്ടതകളൊക്കെയുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ അതിനെയൊക്കെ അങ്ങ് തരണം ചെയ്ത് പോകുക. പിന്നെ നമ്മൾ നോക്കുമല്ലോ, ഒരു ലോകപ്രകാരം ജയിച്ച് മുൻപോട്ട് പോകാനുള്ള ഒത്തിരി ടിപ്സ്, സെൽഫ് ഹെൽപ്പ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രത്യേക സമയങ്ങളിലാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും, ജീവിതത്തെക്കുറിച്ചുള്ള അല്പമാഴമായ ചിന്തകൾ വരും. ഏതെങ്കിലും ഒരു മരണം ഒക്കെ നമ്മുടെ മുൻപിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചില ഡീപ്പ് ക്വസ്റ്റ്യൻസ് വരും. അയ്യോ, ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളോ ഒരു മനുഷ്യ ജീവിതം? ഒരു വ്യക്തിത്വമായി നമ്മൾ ജീവിച്ചു, നമ്മൾ ഒത്തിരി പണം സമ്പാദിച്ചു, പേര് സമ്പാദിച്ചു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ, അനേക ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം അങ്ങ് ഫുൾ സ്റ്റോപ്പ് ആകുക, പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് അങ്ങ് കടന്നു പോകുക. അപ്പോൾ അന്നൊക്കെ ആ ചെറിയ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ വരും. പെട്ടെന്നൊരു വെപ്രാളം പോലെ വരും. അത്രയേ ഉള്ളോ, പപ്പ അങ്ങ് മരിച്ചു പോയാലോ? നമ്മുടെ കൊച്ചു ലോകം അല്ലേ, അന്ന് പപ്പ, മമ്മി, കൂട്ടുകാർ, ബ്രദർ, സിസ്റ്റർ, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു കൊച്ചു ലോകം. അപ്പം അയ്യോ, അവർക്ക് വല്ലതും സംഭവിച്ചാലോ, ഒരു ഭയം പോലെ. ഞാനങ്ങ് മരിച്ചു പോയാലോ? അത് കഴിഞ്ഞെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും അന്ന് നമുക്കില്ല. പിന്നെ നമ്മുടെ പാരമ്പര്യ ക്രിസ്തീയ ആ ഒരു ട്രഡീഷനിൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്, പിന്നെ നല്ലതായി ജീവിക്കണം, നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് നന്നായി ജീവിച്ചാൽ എന്ന് വെച്ചാൽ ദൈവത്തെ നമ്മൾ ഹാപ്പി ആക്കണം, അങ്ങനെ ഒരു ജീവിതമായിരിക്കണം. അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് പാസ്സാകുന്നത് പോലെ അല്ലേ, പഠിച്ച് മാർക്ക് മേടിച്ച് നല്ല മാർക്ക് കിട്ടിയാൽ നമ്മൾ പാസ്സാകും എന്ന് പറയുന്നത് പോലെ, നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ, നല്ല പ്രവൃത്തികൾ ചെയ്താൽ, പാപമൊന്നും ചെയ്തില്ല എങ്കിൽ ദൈവം ഹാപ്പിയായി നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനല്ല എങ്കിൽ പിന്നെ നരകമേ വേറെ ഒരു ഓപ്ഷനുള്ളൂ, ഇതിൻ്റെ നടുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ബൈബിൾ പഠിക്കുന്നതിലൂടെ നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് എവിടെ എങ്ങനെ കൊണ്ട് ചേർക്കും എന്ന് നമുക്കൊന്നും അന്നും മനസ്സിലായിട്ടില്ല. അപ്പം നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പാപമില്ലാത്ത ജീവിതമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം ദൈവം ഒരു മനുഷ്യനെ വിധിക്കുമ്പം പുറമേ ഉള്ളത് മാത്രമല്ലല്ലോ നോക്കുന്നത്. മനുഷ്യർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും മാർക്കിടുന്നത് നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികൾ, വാക്കുകൾ അല്ലേ, ഇതൊക്കെയാ മനുഷ്യർ കാണുന്നുള്ളൂ. പക്ഷെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ പോലും കാണുന്ന ദൈവമാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ അഹംഭാവങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ, പാപത്തിൻ്റെ പ്രവണതകൾ, ആരും കാണാതിരിക്കുമ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം വെച്ച് ദൈവം നമ്മളെ വിധിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒരിക്കലും നമ്മൾ പാസ്സാകുകയില്ല എന്നൊരു ചിന്തയും മനസ്സിലുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു പ്രത്യേക സമയത്താണ് കർത്താവിനെ അറിയുവാനിടയായത്. എക്സ്പീരിയൻഷ്യലി ബൈബിളിൽ വായിച്ചു, ആരെങ്കിലും പ്രസംഗിച്ചു, അല്ലെങ്കിൽ കഥ പറഞ്ഞു എന്നുള്ളതിന് അപ്പുറം ഞാൻ വ്യക്തിപരമായി യേശുവിനെ ജീവിതത്തിൽ അനുഭവിച്ചത്. അപ്പം അതിനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സാക്ഷ്യമായിട്ട് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാം. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് പുറമേ പോകുന്നു. കാരണം ക്ലാസ്സിലെല്ലാം ഫസ്റ്റാണ്, ടീച്ചേഴ്സിൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റാണ്. വീട്ടിലും അതിൻ്റേതായ ഒരു അഹങ്കാരമൊക്കെ നമുക്കുണ്ട്
അല്ലേ? പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ താഴ്മയായി നമ്മൾ കാണിക്കുമെങ്കിലും ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ എന്നൊരു ചിന്ത ഉറപ്പായിട്ടും ഉള്ളിലുണ്ട്. ഇങ്ങനെയൊക്കെ പോയി 10ാം ക്ലാസ് കഴിഞ്ഞു. ഞങ്ങളുടെ അടുത്ത് തന്നെ അല്ലേ, അന്നത്തെ മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ഫാദർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഒരു കേന്ദ്രീയ വിദ്യാലയയിലാണ് 11th 12th ഒക്കെ പഠിച്ചത്. സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. ബ്രദറും സിസ്റ്ററും അവരെല്ലാം മെഡിക്കൽ ലൈനിലേക്ക് തിരിഞ്ഞപ്പം നാച്ചുറലി അങ്ങനൊരു താല്പര്യം എൻ്റെയും ഹൃദയത്തിൽ വന്നു. ഡോക്ടറാകുന്നതാണോ ഏറ്റവും വലിയ കാര്യം എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷേ അന്നത്തെ ആ ഒരു സാഹചര്യം അനുസരിച്ച് അങ്ങനെ ഒരു മെഡിക്കൽ ലൈനിലേക്ക് ഒരു താല്പര്യം വന്നു. അങ്ങനെ പോയി. അപ്പോൾ എൻട്രൻസ് എഴുതുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഭയങ്കര പ്രതീക്ഷയാണ്, വീട്ടുകാർക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഈവൻ ഉണ്ടല്ലോ ചിലർ നമ്മളെ ഒന്ന് കയറ്റാൻ വേണ്ടി നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയും. അവർ പറയുമായിരുന്നു, സുമയ്ക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടുക, അത് ഉറപ്പാണ്. അപ്പം അന്നത്തെ ആ ഒരു പ്രായത്തിൽ പലപ്പോഴും ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നമ്മളങ്ങ് വിശ്വസിക്കും. അത് പോസിറ്റീവാണെങ്കിലും വിശ്വസിക്കും, നെഗറ്റീവാണെങ്കിലും വിശ്വസിക്കും. അങ്ങനെ ഒരു സെൽഫ് ഇമേജ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളും ചിന്തിക്കുകയാണ്, നമ്മളെ കവിഞ്ഞ ആരുമില്ല, എന്തായാലും നമ്മളാണ് ടോപ്പ് എന്ന് പറഞ്ഞ് ഒരു ജീവിതമാണെന്ന്. പക്ഷേ എന്താണത് സംഭവിച്ചത് എന്നറിയില്ല. എൻ്റെ പ്രിപ്പറേഷൻ അത്രയും ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അന്നൊക്കെ PMT ഇന്നത്തെ പോലെ നീറ്റ് പരീക്ഷകളല്ല, PMT എന്ന് പറയും, പ്രീ മെഡിക്കൽ ടെസ്റ്റ്. അപ്പം പല സ്റ്റേറ്റുകളുടെ നമുക്ക് കേരള എഴുതാം, മധ്യപ്രദേശ് എഴുതാം, പിന്നെ എയിംസിന് വേറെ പരീക്ഷ, CMC വെല്ലൂറിന് വേറെ പരീക്ഷ. അപ്പം നമ്മളൊരു 5-6 പരീക്ഷകൾ അങ്ങ് എഴുതും. അപ്പോൾ അറ്റ്ലീസ്റ്റ് MP PMT എങ്കിലും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. കാരണം അതിൻ്റെ സ്റ്റാൻഡേർഡ് അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ബ്രദറിന് അഡ്മിഷൻ കിട്ടി, ചേച്ചിക്ക് കിട്ടി. അപ്പം ഇവരെക്കാട്ടിലൊക്കെ മിടുക്കിയാണ് ഞാൻ എന്ന് പലരും വീട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നാച്ചുറലി അങ്ങനെ ഒരു ധാരണ നമ്മുടെ ഉള്ളിലും വരുമല്ലോ. അപ്പോൾ ഉറപ്പാണ്, നമുക്ക് സീറ്റ് ഉറപ്പാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി. അന്ന് രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എഴുതിയ ഒരു സ്ഥലത്ത് പോലും ആ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം പോലും നമ്മുടെ പേര് വന്നിട്ടില്ല. അന്നൊക്കെ പത്രത്തിലായിരുന്നു ഈ റിസൾട്ട് വരിക. ഞാനിത് 93, 94 കാര്യമായി പറയുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ എന്നെ കളിയാക്കി പറയുമായിരുന്നു, ഫസ്റ്റ് റാങ്ക് മുതലാ റോൾ നമ്പർ നോക്കുന്നത്. പോയി അവസാനം വരെ എത്തിയിട്ട് പോലും നമ്മുടെ റോൾ നമ്പറോ നമ്മുടെ പേരോ ലിസ്റ്റിനകത്തില്ല. ഈ എഴുതിയ ഒരു സ്ഥലത്ത് പോലും അതില്ല. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു വലിയ വിഷയമായിട്ട് തോന്നത്തില്ലായിരിക്കും. കാരണം ഇപ്പോൾ ഇതൊരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. 1, 2, 3, 4 പ്രാവശ്യമൊക്കെ എഴുതി കഴിഞ്ഞിട്ടായിരിക്കും എൻട്രൻസിന് കിട്ടുക. അതിനിപ്പോൾ എന്താ, കോച്ചിങ് ക്ലാസ്സിൽ പോകും അല്ലേ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയി താമസിക്കും, പഠിക്കും. പക്ഷെ അന്ന് പ്രത്യേകിച്ച് എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇതൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു, ഒരു കംപ്ലീറ്റ് പരാജയം. കാരണം അന്ന് വരെ ജീവിതത്തിൽ പരാജയം എന്താണ് എന്നറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരുടെയും നമ്മൾ പറയത്തില്ലേ, കണ്ണിനുണ്ണിയായി, നമ്മളെ പുകഴ്ത്തി പറയുന്ന വാക്കുകളെ നമ്മൾ അന്ന് വരെ കേട്ടിട്ടുള്ളൂ. നിന്നെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ കഴിയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നമ്മളെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. മറ്റുള്ളവർ അവരുടെ മക്കളെ നമ്മൾ മാതൃകയാണെന്ന് പറഞ്ഞ് അവർ ബോധവൽക്കരിക്കുന്നു. ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയ പോലെ ഒരു സിറ്റുവേഷൻ. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എങ്ങും അഡ്മിഷൻ ഇല്ല. അപ്പോഴത്തേക്കിനും നമുക്ക് വേറെ ഒരു സ്ഥലത്ത് ഒരു നഴ്സിങ്ങിനോ BScക്കോ ഒന്നും അഡ്മിഷൻ കിട്ടാത്തതുപോലെ എല്ലായിടത്തെയും അഡ്മിഷൻ ക്ലോസായി. അപ്പം ഞാൻ ഫോഴ്സ്ഡായി, വേറെ ഓപ്ഷൻ എൻ്റെ മുൻപിലില്ല, വീട്ടിലിരിക്കണം. അപ്പോൾ ഇന്നത്തെ പോലെ നമുക്ക് പെട്ടെന്നൊരു കോച്ചിങ് ക്ലാസ്സിലൊന്നും പോയി ചേരാനുള്ള ഓപ്ഷൻസ് അധികമില്ല. പപ്പായിക്ക് അങ്ങനെ നമ്മളെ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പും നമുക്കന്നില്ല. അന്നൊക്കെ ഞങ്ങൾക്ക് ബ്രില്യൻ്റ് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ് പോസ്റ്റൽ കോച്ചിങ്
എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ പഠിച്ച നോട്ട്സ് വെച്ച് ചേച്ചി പഠിക്കുന്നു, ചേച്ചി പഠിച്ചത് വെച്ച് ഞാൻ പഠിക്കുന്നു, ഇങ്ങനൊരു സെറ്റപ്പാണ്. പക്ഷേ അന്ന് വ്യക്തികളുടെ പ്രതികരണം എന്നെ വളരെയധികം തളർത്തിക്കളഞ്ഞു. ഒന്നും ഓർത്തുകൊണ്ടായിരിക്കത്തില്ല, നമ്മുടെ മാതാപിതാക്കൾ തന്നെ, അവർ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരല്ലേ. പക്ഷേ അവരങ്ങ് വിഷമിച്ചു പോയി, ഷോക്കായിപ്പോയി. നീ വലിയ പുള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, എന്തുമായിരുന്നു പരിപാടി, പഠിത്തമല്ലായിരുന്നോ എന്നൊക്കെ ഒരു ചെറിയ കുത്തൽ വാക്കുകൾ എല്ലാ ദിശയിൽ നിന്നും. ടീച്ചേഴ്സ് പെട്ടെന്ന് പറയുന്നു, സുമ, ഞങ്ങൾ ഒരിക്കലും നിന്നിൽ നിന്ന് ഇതല്ലായിരുന്നു പ്രതീക്ഷിച്ചത്. കൂട്ടുകാർ പലരും പല ദിശകളിലേക്ക് അവർ അഡ്മിഷൻ എടുത്ത് പോയി കഴിഞ്ഞു. ഞാനൊരു പ്ലാൻ ബി എനിക്ക് ജീവിതത്തെക്കുറിച്ചില്ല, അല്ലേ, എന്തായാലും ഇത് സെറ്റാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന അവരെല്ലാവരും പല വഴികളിലേക്ക് പോയി. ഞാൻ വീടിനകത്ത് ലോക്ക്ഡ്, വേറെ ഒരു ഓപ്ഷനില്ല, അല്ലേ. അപ്പം വേറെ ഒരു അഡ്മിഷൻ എടുക്കാൻ പോലും നമ്മുടെ മുൻപിൽ ഓപ്ഷനില്ല. പല വാക്കുകൾ, ഇതിനൊന്നും ഉത്തരം പറയാൻ എൻ്റെ കയ്യിലില്ല. ഞങ്ങളൊന്നും വിചാരിച്ചതുപോലെ അല്ലല്ലോ, നിൻ്റെ പെർഫോമൻസ് വളരെ മോശമായി പോയല്ലോ, നീ ഒരു പരാജയമായി പോയല്ലോ എന്നൊക്കെയുള്ള വാക്കുകൾ അന്നത്തെ എൻ്റെ ആ പ്രായത്തിനും ഹൃദയത്തിൻ്റെ അവസ്ഥകൾക്കൊക്കെ കംപ്ലീറ്റ് ഒരു 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 ഡാർക്കായിപ്പോയി. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അന്ന് ഒരു ബ്ലാക്ക് കർട്ടൻ എൻ്റെ മുൻപിൽ വന്ന് കിടക്കുക. ഇതിനപ്പുറത്തോട്ട് എന്തുവാന്ന് എനിക്കറിയത്തില്ല. കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. കാരണം ഇത്ര സ്ഥലങ്ങളിൽ പരീക്ഷ എഴുതി ഒരിടത്തെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ച് PMTയിൽ പോലും ഒരുമാതിരി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോലും നമുക്ക് അഡ്മിഷനില്ല. അപ്പോൾ എനിക്ക് എന്നിൽ തന്നെയുള്ള ആ വിശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ കാത്തിരുന്ന് ഒരു വർഷം പഠിച്ചാലും അടുത്ത വർഷം കിട്ടുമോ കിട്ടത്തില്ലയോ നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല, അല്ലേ. എന്ത് ചെയ്യും? മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇത് കുത്താൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞവർ, നമ്മൾ മിടുക്കരാണെന്ന് ഒരു സമയത്ത് പറഞ്ഞവർ, നമ്മളെ ചേർത്ത് പിടിച്ചവർ, അല്ലേ, പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവർ നമ്മളെക്കുറിച്ച് എക്സാക്റ്റ് ഓപ്പോസിറ്റ് കാര്യം പറയുക. അത് ഇന്നിപ്പം ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്കറിയാം, നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. നമ്മുടെ സാധാരണ മാതാപിതാക്കളും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു രീതി എന്താണെന്നറിയാമോ? പോസിറ്റീവായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യണമെന്നായിരിക്കും അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം. പക്ഷെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവ് മീൻസ് ആയിരിക്കും. നമുക്ക് 2 കുത്തു തന്ന് എൻകറേജ് ചെയ്യാമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ എഫക്റ്റ് അല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആക്ച്വലി ഉണ്ടാകുന്നത്. You can never positively encourage a person by using negative means. അവർ ജീവിതത്തിൽ ഉയരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ എപ്പോഴും ഒരു പ്രോത്സാഹനം, അല്ലേ, ഒരു എൻകറേജ്മെൻ്റാണ് അതിൻ്റെ പിന്നിൽ ആവശ്യം. ഒരു വ്യക്തിയുടെ കുറ്റങ്ങൾ, പരാജയങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് കുത്തി ഒരിക്കലും ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പഠിച്ച ഒരു പാഠമായിരുന്നു. അപ്പോൾ വിഷമിച്ചു പോയി. സന്തോഷിക്കാൻ ഒരു വകയും ചുറ്റുമില്ല. അപ്പോൾ അന്ന് വരെ നമ്മുടെ പെർഫോമൻസ് തന്നെ മതി നമുക്ക് സന്തോഷിക്കാൻ. ആൾക്കാർ പറയുന്ന വാക്കുകൾ മതിയല്ലോ എൻകറേജ്ഡ് ആകാൻ. നമുക്ക് ഇനഫ് റിസോഴ്സസ് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമേ വരൂ, കാരണം അത്രയ്ക്ക് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലെ ഒരു കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഫെയിലിയറാണ്, നമ്മുടെ ചുറ്റും സന്തോഷിക്കാൻ ഒരു വകയുമില്ല, വാതിലുകൾ അടഞ്ഞു, നമ്മളൊരു പരാജയമാണ്, അടുത്തത് എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. സെൽഫ് കോൺഫിഡൻസ് കംപ്ലീറ്റ് ഹിറ്റിംഗ് ദ റോക്ക് ബോട്ടം എന്ന് പറയുന്നത് പോലെ അതുപോലെ തകർന്നിരിക്കുകയാണ്. പഠിക്കാൻ യാതൊരു മോട്ടിവേഷനും ഇല്ല. അന്ന് വരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദർ വളരെ ഫ്രണ്ട്ലി ഒരു വ്യക്തിയായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കളെ പോലെ ഒരു സെറ്റപ്പ് ആയിരുന്നില്ല. ഞങ്ങൾ തന്നെ പഠിക്കും, അങ്ങനായിരുന്നു ഞങ്ങൾ. എന്തോ എൻ്റെ ബ്രദർ അങ്ങനെ ഒരു മാതൃക വീട്ടിൽ കാണിച്ചു തന്നതിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം, അതിനാരും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ, അങ്ങനെ ആയിരുന്നു ഞങ്ങൾ.
എന്നിട്ട് എൻ്റെ ഫാദർ വന്ന് പറയുമായിരുന്നു, ഇടീ കുറച്ച് നേരം ഈ പുസ്തകമൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ബാ, ഇത് നല്ല ഒരു പ്രോഗ്രാമാണ്. അന്നൊക്കെ ദൂരദർശൻ ടി വിയിലെ സീരിയലുകൾ അല്ലെങ്കിൽ സിനിമ, നല്ല സിനിമകൾ ഒക്കെ വരുമ്പോൾ കുറച്ച് നേരമൊക്കെ ബുക്ക് അടച്ചു വെച്ചിട്ട് വന്നിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യും. അങ്ങനെ പറയുന്ന ഒരു കൾച്ചറായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. കുത്തിയിരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല, അല്ലേ? അപ്പോൾ അങ്ങനൊരു സെനാരിയോയിൽ നിന്ന് പെട്ടെന്ന് പപ്പായും മമ്മിയും അവരുടെ മുഖത്തുള്ള പ്രയാസം, നിരാശയോടെ നമ്മളെ നോക്കുന്ന നോട്ടങ്ങൾ, എന്നാലും നിനക്കിങ്ങനെ വന്നുപോയല്ലോ എന്നുള്ള ചില ചോദ്യങ്ങൾ, ഇതെല്ലാം ഏറെ പ്രയാസത്തിന് കാരണമായി തീർന്നു. പക്ഷേ ഇതിൻ്റെ നടുവിലാണ്, അല്ലേ, ഇതിനു മുൻപ് ഞാൻ സുവിശേഷം കേട്ടിട്ടുണ്ട്. അതായത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ദൈവമക്കളാകുന്നില്ല. കർമ്മമാർഗമല്ല യേശുവിൻ്റെ മാർഗം, അല്ലേ? ഇത് കൃപയുടെ മാർഗമാണ്. കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണമാണ്. അതിനി നമ്മൾ സഹിക്കേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ അത് സഹിച്ച് കഴിഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു കഥ പോലെയാണ്. എല്ലാ വർഷവും ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും ഒക്കെ നമ്മൾ ആഘോഷിക്കും. ഞങ്ങൾ അവിടെ ഉള്ളപ്പം നല്ല മതസൗഹൃദത്തിലുള്ള ജീവിതമായിരുന്നു. അപ്പോൾ ഓണത്തിന് അവർ നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കും, ക്രിസ്മസിന് നമ്മൾ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കും, അല്ലേ? ആഘോഷങ്ങളാണ്, ആചാരങ്ങളാണ്. പക്ഷേ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഞാൻ അന്നിങ്ങനെ തന്നെ മുറിക്കകത്തിരിക്കുമ്പോൾ പുസ്തകം എടുക്കാൻ ബലമില്ല, മോട്ടിവേഷനില്ല. ഡിപ്രഷനായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ചിരിക്കാൻ മേല തന്നെ ഇരുന്ന് കരയുക. കാരണം ഭാവിയെക്കുറിച്ച് ഭയങ്കര ഒരു ആശങ്ക. ഇതുപോലുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ കാരണങ്ങളാൽ നമ്മുടെ ലൈഫിൽ വരാം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എസൻസ് സെയിമാണ്, ഹോപ്പ്ലെസ്നെസ്, അല്ലേ? പരാജയത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ ചില അവസ്ഥകൾ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഫേസ് ചെയ്യുക. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നെനിക്കറിയില്ല. എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച് എല്ലാവരോടും കമ്പനി കൂടി, അല്ലേ, അങ്ങനെ നടക്കുന്ന ഞാൻ പെട്ടെന്ന് കോർണേർഡാകുകയാണ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നെനിക്കറിയില്ല. എനിക്കറിയാവുന്ന വിധത്തിലെല്ലാം ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കിയിട്ടും ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഡള്ളാണ്, മിണ്ടാതിരിക്കുകയാണ്, മുറിക്കകത്ത് അടച്ചിരിക്കുകയാണ്. പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വലിയ പൈലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോട്ടുകളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. പപ്പായും മമ്മിയും രാവിലെ ജോലിക്ക് പോകും. അവരുടെ വിചാരം ഞാൻ ഭയങ്കര പഠിത്തമാണെന്ന്. പക്ഷേ ഈ ബുക്ക് എടുക്കാൻ ബലമില്ല. തുറന്നു കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നണ്ടേ? ഇതുപോലുള്ള ഒരവസ്ഥ. ഇതിൻ്റെ നടുവിലാണ് യേശുവിനെ ഞാൻ അറിയുവാൻ, അനുഭവിക്കുവാനിടയായത്. ഞാൻ അന്നിങ്ങനെ ഓർക്കും, എവിടോ ഉള്ള അല്പം ബലത്തിൽ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ ചൊല്ലുകളൊക്കെ പറയുന്ന ഒരു സിസ്റ്റമാണല്ലോ നമുക്ക് പള്ളിയിലുള്ളത്. ഹൃദയത്തീന്ന് കരഞ്ഞുള്ള പ്രാർത്ഥനകളൊന്നും അറിഞ്ഞുകൂടാ, അല്ലേ? അനുഗ്രഹിക്കണമേ ദൈവമേ, രക്ഷിക്കണേ ദൈവമേ, പഠിത്തത്തിൽ നല്ല ബുദ്ധി തരണേ, മാർക്ക് തരണേ, ഇങ്ങനത്തെ പ്രാർത്ഥനകൾ മാത്രമേ അറിയത്തുള്ളൂ. പപ്പായും മമ്മിയും രക്ഷിക്കണേ, ചേട്ടനെയും ചേച്ചിയെ അനുഗ്രഹിക്കണേ, ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ പ്രാർത്ഥനകൾ, അല്ലേ? പക്ഷെ അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ദൈവമേ നീ ഉണ്ടോ? ഞാൻ ശരിക്കും നമ്മൾ ഈ ബൈബിളിലൊക്കെ വായിക്കുകയും പള്ളിയിലൊക്കെ പറയുന്ന പോലെ, ദൈവമേ നീ ഉണ്ടോ? ജീവനുള്ള ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് വാക്കുകൾ പോരാ, ആശയങ്ങൾ പോരാ, സഹായത്തിൻ്റെ ഒരു കരം എന്നെ വന്ന് പിടിച്ചെങ്കിൽ മാത്രമേ ഇനി എനിക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഐ നീഡ് മോർ ദാൻ വേർഡ്സ് ലോർഡ്. ഐ നീഡ് മോർ ദാൻ കോൺസെപ്റ്റ്സ് ആൻഡ് ഫിലോസഫീസ്. ദൈവമേ നീ എന്നെ വന്ന് താങ്ങിയില്ല എങ്കിൽ ഞാൻ വീണ് കഷ്ണങ്ങളായി പോകും, എൻ്റെ ജീവിതം പരാജയത്തിലേക്ക് പോകും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. And then praise God, the glorious experience, the encounter with God. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ഇതൊത്തിരി ലെങ്തി ആയി പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. പക്ഷേ
ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു പാഠമാണ്, സാഹചര്യങ്ങളിലല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്, സാഹചര്യങ്ങളിലല്ല നമ്മുടെ സമാധാനം ഇരിക്കുന്നത്, നമ്മുടെ ജയം ഇരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട് അല്ലേ? സമൃദ്ധിയായ ജീവൻ്റെ അനുഭവം വിച്ച് ഈസ് കംപ്ലീറ്റ്ലി നോട്ട് റിലേറ്റഡ് ടു യുവർ സർക്കംസ്റ്റൻസസ്. സി, നമ്മുടെ ലൈഫിലെല്ലാം ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ആർക്കാ അറിയാൻ മേലാത്തത് അല്ലേ? നമ്മളെ താങ്ങാൻ ഒത്തിരി പേരുണ്ട്, നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല സക്സസ്ഫുള്ളായി മുമ്പോട്ട് പോകുന്ന സമയങ്ങൾ, നമ്മൾ ജയിച്ച് നിൽക്കുന്ന സമയങ്ങൾ, ഇങ്ങനെയുള്ളപ്പോൾ ആരും പ്രോത്സാഹിപ്പിക്കാനില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു അനുഭവമായിരിക്കും നമുക്ക്. ബട്ട് ദിസ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് കണ്ട് സന്തോഷിക്കാനോ എണ്ണി സന്തോഷിക്കാനോ അല്ലേ, കേട്ട് സന്തോഷിക്കാനോ അങ്ങനെയൊന്നും നമ്മുടെ ചുറ്റുമില്ല. അതിൻ്റെ ഓപ്പോസിറ്റാണ്. കണ്ടു കഴിഞ്ഞാൽ നിരാശ അല്ലേ, നിരാശ തോന്നുന്ന പരാജയത്തിൻ്റെ അനുഭവങ്ങൾ, കുത്തുവാക്കുകൾ. ഇതിൻ്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ ലൈഫ് ഈസ് മോർ ദാൻ ദാറ്റ്. ഇതിൻ്റെ നടുവിൽ സമൃദ്ധിയായ ജീവൻ്റെ അനുഭവം, നിത്യജീവൻ്റെ അനുഭവം, താക്കോലുകൾ എങ്ങനെയാണ് നമ്മളിൽ തുറക്കപ്പെടുന്നത്? ആദ്യം ചേഞ്ച് വരുന്നത് സർക്കംസ്റ്റൻസസിലായിരിക്കത്തില്ല. സി, ഇതിൻ്റെ എല്ലാം ഉറവിടം നമ്മുടെ ഉള്ളിലാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സർക്കംസ്റ്റൻസസ്, നമ്മുടെ ചുറ്റും എന്തൊക്കെ സംഭവിച്ചില്ല എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമായി മാറുകയാണ്. ജയം അനുഭവിക്കുന്നത് ഉള്ളിലാണ്. സമാധാനം അനുഭവിക്കുന്നത് യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. അവിടെ നിന്നാണ് അല്ലേ ജയത്തിലേക്ക് ലിറ്ററലി നമ്മുടെ ആ ജീവിതത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഫസ്റ്റ് ഇൻസൈഡ് ആൻഡ് ദെൻ ഔട്ട്സൈഡ്. ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഇറ്റ് നെവർ കംസ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, ബട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് അബൻഡൻറ്റ് ലൈഫ്. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങളുടെ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഒരു കാര്യമാണ്. യേശുവുള്ള ജീവിതത്തിലാണ് ഈ നിത്യജീവൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ചില ലെസൺസ് എനിക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അവർ പീസ്, അവർ ജോയ് ഈസ് നെവർ ബേസ്ഡ് ഓൺ ദി എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്. യേശുവിനോട് കൂടിയുള്ള ഒരു ജീവിതം അത് ഉള്ളിൽ രൂപാന്തരം കൊണ്ടുവരുന്ന ഒരു ജീവിതമാണ്. ആ ഒരു രക്ഷയുടെ സന്തോഷം എന്നിലേക്ക് വന്നതിനെക്കുറിച്ച് എൻ്റെ ലൈഫിൻ്റെ ഈ ഫസ്റ്റ് ക്രൈസിസ് പീരീഡ് ഞാൻ ടൈഡ് ഓവർ ചെയ്തത് അതൊരു ലൈഫ് ടൈം ലെസണായി മാറി. അനേക വിധത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെങ്കിലും അതൊരു താക്കോൽ പോലെ എനിക്കങ്ങ് മനസ്സിലായി അല്ലേ. താക്കോൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ലോക്ക്ഡായിട്ടിരിക്കുന്ന ഒരു ഡോർ, അതിനെ തുറക്കാൻ ഒരു ചെറിയ താക്കോൽ മതി എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിനകത്തുനിന്ന് ഒത്തിരി താക്കോലുകൾ വിഷയങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ചില അടഞ്ഞ കാര്യങ്ങളെ തുറക്കാൻ ആ ചെറിയ താക്കോല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യുവാൻ കഴിയും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിംഗ്. അടുത്ത ആഴ്ചയിൽ എൻ്റെ സാൽവേഷൻ എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആരംഭം മാത്രം ആയിരുന്നു, എന്നാലും അതൊരു ഗ്ലോറിയസ് ബിഗിനിങ് ആയിരുന്നു. ഈ അബൻഡൻറ്റ് ലൈഫിൻ്റെ അനുഭവം, സംതിങ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്. ആ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ട് നിർത്തിയ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിർത്തിയ അനുഭവമായിരുന്നു. Thank you so much and God bless you all.